എൻ്റെ ഈ പല്ല് ഇതുപോലെ ആക്കി എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടാ. കൊച്ചിനൊക്കെ പല്ല് തേച്ചില്ലേലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നല്ല പല്ല് കിട്ടി. ഹലോ, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് ഈ ലോങ് വീഡിയോ വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ എൻ്റെ പല്ലിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മൾ അലൈനർ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലൈനറിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ പല്ല് എത്രത്തോളം വൃത്തികേടായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അലൈനർ വെക്കാൻ തുടങ്ങിയപ്പം ജസ്റ്റ് ഇപ്പോൾ കുറച്ച് നാളായി അലൈനർ വെക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ വ്യത്യാസമൊക്കെ കാണാൻ പറ്റും. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അത്യാവശ്യം ആ ഒരു വൃത്തികേട് ഇപ്പോൾ കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന അലൈനർ സംഭവം, ഇന്ത്യ അലൈൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലും ദുബായിലും ഒക്കെ ഉള്ളതാണ്. ഇങ്ങനെ ഒരു ചെറിയ ബോക്സായിട്ടാണ് വരുന്നത് സംഭവം. അപ്പോൾ ഈ ബോക്സാണ് നമ്മുടെ അലൈനർ ഇരിക്കുന്ന സാധനം. അപ്പോൾ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാതെ, എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത് അലൈനർ. കണ്ടോ, അപ്പം ഇത്രയും ഞാൻ യൂസാക്കിയതാണ്. ഇത്രയും യൂസാക്കിയതിന് ശേഷമാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം പേഴ്സണലായിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്നത് സ്റ്റേജ് 7 ആണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ അലൈനർ ഇട്ട സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് പലരും ചോദിച്ചു. ആദ്യമായിട്ട് ഇട്ട സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പല്ലിൽ പെട്ടെന്നൊരു കുറേ നാൾ നമുക്ക് ഒന്നും ഇല്ലാതിരുന്നൊരു സാധനം പെട്ടെന്ന് ആദ്യമായിട്ട് ഇപ്പോൾ ഒരു കാലൊടിഞ്ഞ് നമ്മൾ പ്ലാസ്റ്റർ ഇടുന്ന ഒരു അവസ്ഥയാണ് ആദ്യം എനിക്കുണ്ടായത്. പ്ലാസ്റ്റർ കുടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ. കാരണം ആദ്യമായിട്ട് ഇതിട്ട സമയത്ത് എനിക്ക് പിന്നെ സംഭവം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ എനിക്കിത് ആദ്യം ഇങ്ങനെ വെക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വെക്കാനായിട്ട് നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കടിക്കാനായിട്ടൊരു സംഭവം തരും. ഇങ്ങനെ കടിക്കാനായിട്ടൊരു സംഭവം തരും. അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് ഊരിയിട്ട് ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നമ്മളിതിങ്ങനെ തുപ്പലൊക്കെ പല്ല്, ഇതാണ് സംഭവം. ഇതിങ്ങനെ വായിലേക്ക് ഇങ്ങനെ വെക്കണം. താഴത്തെ അതുപോലെ തന്നെ ഇങ്ങനെ ഊരിയിട്ട് വെക്കണം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വെക്കാനും ഊരാനും ഒരു 2 ദിവസത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കാനാണ് ഈ സംഭവം നമുക്ക് തരുന്നത്. പിന്നെ നമുക്കിതിനകത്ത് വേറൊരു സാധനം വരുന്നതാണ് ഈ ഒരു സ്പ്രേ പോലത്തെ ഒരു സംഭവം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ വരുന്നില്ലേ, കണ്ടോ, ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇതിനകത്ത്. അതായത് നമ്മുടെ ഈ അലൈനർ നമ്മൾ വെക്കുമ്പം നമ്മുടെ പല്ല് മൊത്തം കവർ ചെയ്താണ് അതിനകത്ത് ഇരിക്കുന്നത്. അങ്ങനെ കവർ ചെയ്തിരിക്കുമ്പോഴേക്കും നമ്മുടെ പല്ലിന് ആ ഒരു ഇത് കിട്ടാനായിട്ട്, അതായത് ഒരു എയറൊക്കെ കിട്ടാനായിട്ടൊക്കെ ഉള്ള ഇത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇത് ഊരിയിട്ട് രാവിലെയും വൈകിട്ടും നമ്മൾ ബ്രഷ് ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഈ സംഭവം നമ്മൾ ജസ്റ്റ് വായുടെ അകത്തൊക്കെ വാഷ് ചെയ്യാനും കാര്യത്തിനൊക്കെയാണ് യൂസ് ആക്കുന്നത്. അങ്ങനെ ഇത് വെച്ച സമയത്ത് എനിക്ക് ചിലർക്കൊക്കെ ഇങ്ങനെ വായുടെ അകത്ത് പൊട്ടുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അലൈനറിൻ്റെ താനിപ്പോൾ പറഞ്ഞ പോലെ ക്വാളിറ്റി ബേസ് ചെയ്തിരിക്കും നമ്മൾ ഇതിങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലായിരിക്കുമല്ലോ അല്ല പല്ല്. എനിക്കെന്ന് വെച്ചാൽ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം വലുതായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളി നിൽക്കുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. പല്ലിനൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഓക്കെ, പല്ല് ഇതുപോലത്തെ പല്ല് ഇത് ജന്മനാ കിട്ടിയ പല്ലാണ് കേട്ടോ. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം ദൈവമേ എനിക്കറിയത്തില്ല. എൻ്റെ കാശ് മുടക്കിയിട്ട് ഇത് ജന്മന ഇങ്ങനെയായിരുന്നു. ഈ കൊച്ചിൻ്റെ പല്ല് കുഞ്ഞിലെ തന്നെ അമ്മ നന്നായിട്ട് തേപ്പിച്ച്, എന്നെ തേപ്പിച്ചില്ല തോന്നുന്നു, അതാണ് അങ്ങനെ വന്നത്, എനിക്കറിയില്ല. ആയിട്ടോന്നു എന്തായാലും തേക്കാറുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഈ പല്ല് ഓക്കെ, സീരിയസ് ആയിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഈ പല്ല്
ഇങ്ങനെ കറക്റ്റായിട്ട്, അതായത് ഓരോ ട്രേസ് ഉണ്ട്. അതായത് ഒരു 2 വീക്ക് ആകുമ്പോൾ നമ്മൾ ട്രേസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു സ്കാനിങ് ഉണ്ട്, അതിനൊരു 500 റുപ്പീസ് ആകും. ആ സ്കാൻ ചെയ്തിട്ടാണ് നമ്മുടെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് എന്താണെന്ന് അവർ ചെക്ക് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് ഇത് ഇരിക്കുന്നത്, എത്ര നാൾ ഇത് ഇടേണ്ടി വരും, അങ്ങനെയൊക്കെ. എനിക്കൊരു 14 വീക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 14 വീക്സ് അല്ല, 14 ട്രേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 14 ട്രേസ് കഴിയുമ്പോഴേക്കും ആയിരിക്കും ഇതിപ്പോൾ ഓക്കെ ആകത്തുള്ളായിരിക്കും. ഇപ്പോൾ ഇത് 7 ആയിട്ടുള്ളൂ. അപ്പം ഓരോരുത്തരുടെ പല്ലിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇടം പല്ല്, അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങിയ പല്ല്, അതുപോലെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കളയേണ്ട പല്ല് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പൈസ കൂടുതലായിട്ട് വരും. എനിക്കിപ്പം വന്നിരിക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 56,000 ആണ്. ഒരു 56,000 രൂപയായി എൻ്റെ ഈ പല്ല് ഈ ലെവലിലോട്ടായി വന്നപ്പോഴേക്കും. ഞാൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പൈസ മന്ത്ലി ഓരോ ട്രേസ് കളക്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും വാങ്ങിക്കുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പല്ലിന് ഓരോ ട്രേസും നമ്മൾ വെച്ച് അത് കൃത്യമായിട്ട് വെക്കണം. അതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ട്രേ വാങ്ങിച്ചിട്ട് കറക്റ്റായിട്ട് അതായത് ഒരു 20 to 24 പിന്നെ അവരൊക്കെ നമ്മുടെ പല്ലിൽ ഇരിക്കണമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 20 മണിക്കൂറെങ്കിലും നമ്മുടെ പല്ലിൽ ഇത് ഉണ്ടാവണം. ഒരു ദിവസം ഫുള്ള് നമ്മൾ വെക്കണം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ഇത് ഊരി മാറ്റുന്നത്. രാത്രി കിടക്കുമ്പോഴും ഫുള്ള് നമ്മളിത് വെക്കണം. പിന്നെ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ മാത്രമാണ് ഊരി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ എത്രയും സമയം ഇത് വെക്കുന്നു എന്നനുസരിച്ചിരിക്കും അടുത്ത ട്രേ മാറി വരുമ്പോഴേക്കും നമ്മുടെ പല്ലിനെ സ്യൂട്ടാകാൻ. കാരണം ഇത് ബാക്കിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ നമുക്ക് അടുത്തത് വെക്കുമ്പോൾ നമ്മുടെ പല്ലിനെ സ്യൂട്ടാകത്തുള്ളൂ. പിന്നെ ഒരു 2 ദിവസം, ആദ്യത്തെ 2 ദിവസം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അത് ഓക്കെ ആയി. പിന്നെ നമ്മുടെ പല്ല് ബാക്കിലോട്ടാകും തോറും അത് ലൂസായി വരും. അങ്ങനെയൊക്കെയാണ് ഈ പല്ലിൻ്റെ സംഭവത്തിൻ്റെ ഇതൊക്കെ. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ് യൂട്യൂബിൽ. പിന്നെ ഒരു പെൺകൊച്ചിന് ഇങ്ങനെ അലൈനർ ഇട്ടിട്ട് വാ പൊട്ടി. അതാ ഞാൻ പറഞ്ഞ വാ പൊട്ടുന്ന സംഭവം ഉണ്ടാവും. വാ പൊട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇത് വെക്കുമ്പോഴേക്കും ചില ഇപ്പം കുറഞ്ഞ അലൈനറൊക്കെ ഉണ്ടാവും. ഓരോ അതിന് എന്തോ 32 ട്രേസ് ഉണ്ടായിട്ട് അത്രയും കുറവ് പൈസ ആയുള്ളൂ അത് പറഞ്ഞത് മെസ്സേജ് കേട്ടോ. അപ്പം അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഡിപ്പെൻഡ് നമ്മുടെ പല്ലിനെ ബേസ് ചെയ്തായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ചിലപ്പോൾ ചില ഈ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഇത് ഒരു സിലിക്കോൺ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ചിലപ്പോൾ വാ പൊട്ടുന്നതും. അതൊക്കെ നമ്മൾ നമ്മുടെ ഡോക്ടറിനെ കണ്ടിട്ട് ഇതാക്കേണ്ട കാര്യമാണ്. ഇപ്പം ഞാൻ മുകളിൽ വെച്ചിരിക്കുന്നത് റീറ്റൈനറാണ്. കാരണം ഇനി എനിക്കൊരു സ്കാനിങ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി പറയാൻ ചെയ്തിട്ട് ഇതാണ് ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് നമ്മുടെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് എടുക്കുന്നതാണ് ഈ സാധനം. ഇത് റബ്ബർ പോലെ ഇരിക്കും, കട്ടിയുള്ളതല്ല ഇത് നമ്മുടെ പല്ലിൻ്റെ പിന്നെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇട്ട സംഭവമാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ബോധമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ അത് ചെയ്യാം. കാരണം ഇതിനെക്കുറിച്ച് കുറച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ്. കാരണം എൻ്റെ പഴയ വീഡിയോസിൽ കണ്ടിട്ടുള്ളവർക്ക് പല്ല് തള്ളി ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഇപ്പോൾ അലൈനർ കിടക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കോസ്റ്റ്, കാര്യങ്ങൾ, ഇട്ടപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥകൾ എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അപ്പം ഞാൻ ഇനി ഒരു സ്കാനിങ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ ബാക്കി അവസ്ഥകളൊക്കെ എന്താണെന്ന് പറയാം. അപ്പോൾ അതുവരെ ബൈ പറയടോ. ബൈ.